ഹലോ അസ്സലാമു അലൈക്കും റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ ന്യൂസൊക്കെ കാണുന്ന സമയത്ത് വല്ലാത്ത സങ്കടമാണ് കേട്ടോ. മിഡിൽ ഈസ്റ്റും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ വല്ലാത്ത ഭീതിയിലാണ്. നാട്ടിലുള്ള ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അതിലേറെ ഭീതിയാണ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ ദുആ ചെയ്യണം. എല്ലാം സമാധാനത്തിൽ അവസാനിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ന്യൂസൊക്കെ കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു പേടിയാണ്. ഇപ്പോൾ ഈ ഒരു റമദാനിൽ തന്നെ ഇങ്ങനെ സംഭവിക്കുന്നത് വല്ലാത്തൊരു വേദനയാണ്. ഇപ്പോൾ എല്ലാവരെയും കാക്കട്ടെ. അപ്പോൾ രാവിലെ തന്നെ അത്താഴത്തിന് വേണ്ടിയിട്ട് ഒരു 4:30 ആയ സമയത്താണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഇന്നലെ തന്നെ അപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 11 നോമ്പായിട്ടുണ്ട് ഇന്ന്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇതുവരെയും കുഴപ്പമില്ലാതെ തന്നെ നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ എഴുന്നേറ്റു അപ്പമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഹെയ്സൂട്ടനുള്ള കുറുക്കൊക്കെ കാച്ചി വെക്കുകയാണ്. ഹെയ്സൂട്ടൻ ഇന്ന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അത്താഴത്തിനൊന്നും എഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഹെയ്സൂട്ടനുള്ള കുറുക്കും കൂടി കാച്ചി വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കുറുക്കൊക്കെ കാച്ചിക്കൊണ്ടുവന്ന സമയത്ത് തന്നെ ബാങ്ക് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരത്തെയാണ് ബാങ്ക് കേൾക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമസ്കരിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഹെയ്സൂട്ടൻ നല്ല ഉറക്കമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ വോയിസ് ഓവർ ചെയ്യാനുണ്ട് കേട്ടോ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചൂടിനൊന്നും ഒരു കുറവില്ല കേട്ടോ. രാത്രിയിൽ ജസ്റ്റ് 2-3 തവണയൊക്കെ ഒന്ന് കറണ്ട് പോകുന്ന സമയത്താണ് ചൂടറിയുന്നത്. നല്ല ചൂടുണ്ട്. അപ്പോൾ AC ഇട്ടിട്ടുണ്ട്. ഒരുപാട് തണുപ്പിലല്ല കേട്ടോ. അപ്പോൾ എഡിറ്റൊക്കെ ചെയ്തിട്ട് ഞാനും ഹെയ്സൂട്ടൻ്റെ ഓടൊപ്പം കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് പാടെ തന്നെ ഹെയ്സൂട്ടൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ബ്രഷൊക്കെ ചെയ്ത് അവനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആകെ അലമ്പായിട്ട് മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാലാണ് പിന്നീട് സമാധാനം കിട്ടുക കേട്ടോ. ഹെയ്സൂട്ടൻ 2-3 തവണ പിന്നീട് വന്ന് ആ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റാറുണ്ട്. ഈ ഒരു റൂമിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അവനെ കൊണ്ട് പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നിമിഷ നേരം കൊണ്ട് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്ത പാടെ തന്നെ പെട്ടെന്ന് അവനെ ആ റൂമിൽ നിന്ന് പുറത്തിറക്കും. അതിനുശേഷം റൂം ചാരാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പറ്റാവുന്ന ഗുസ്തികൾ അത്രയും കാണിക്കും. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. 2 ദിവസം മഴ പെയ്തത് കൊണ്ട് വലിയ പൊടിയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് തുറന്നിടുകയാണ്. അതിനുശേഷം റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഹെയ്സൂട്ടന് കുറുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ കാച്ചി വെച്ചത് കൊണ്ട് തന്നെ പിന്നീട് ഹെയ്സൂട്ടൻ എഴുന്നേൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. ഇതാകുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അത്താഴത്തിൻ്റെ സമയത്ത് തന്നെ റെഡിയാക്കി വെക്കുമ്പോൾ കുറച്ചൊന്ന് എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് ഹെയ്സൂട്ടന് കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. പക്ഷേ രാവിലെ ഇപ്പോൾ നമ്മൾ നോമ്പായതുകൊണ്ട് തന്നെ നാസ്തയൊന്നും അങ്ങനെ ഉണ്ടാക്കാത്തത് കൊണ്ട് ഇപ്പോൾ കൂടുതലും കുറുക്ക് തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്നത്. നോമ്പ് കഴിഞ്ഞിട്ട് വേണം ഇനി എന്തെങ്കിലും നമ്മൾ നോർമൽ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ സ്നാക്ക് ടൈമിൽ അവന് മുട്ടയോ പഴം വാട്ടിയതോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അതിന് മുന്നേയായിട്ട് കുറുക്ക് തന്നെ കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ കുറുക്ക് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് പ്ലേ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോയ്സ് ഒന്നും വേണ്ട, അവന് കസേരയാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പം എന്ത് എടുത്തു കൊടുത്തു കഴിഞ്ഞാലും അതൊക്കെ ജനലിലൂടെ എടുത്തെറിഞ്ഞതിന് ശേഷം കസേരയിലാണ് കളി. കുറേ നേരം കസേരയുടെ അടുത്തൊക്കെ കാര്യം പറഞ്ഞിട്ട് ഇതേപോലെ തള്ളിയിടുക. കസേര ഇങ്ങനെ മറിച്ചിടുന്ന സമയത്ത് കുട്ടിക്ക് ഭയങ്കര സന്തോഷം കിട്ടുക. ഇന്നും എനിക്ക് പണിക്കായിട്ട് ഉമ്മച്ചി പുറത്ത് തന്നെ എടുത്ത് കുരുമുളക് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ തുടങ്ങും പേടിപ്പിക്കാനായിട്ട്. കുരുമുളക് എടുക്കരുത്, ഇപ്പം അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിയാക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എങ്കിലും പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് ഒരു പിടി വാരും. എന്നിട്ട് നമ്മൾ വഴക്ക് പറയുന്ന സമയത്ത് നൈസായിട്ട് ഇട്ടിട്ട് ഓടുവേ. അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ വെച്ച് കോഴിക്കൂട്ടിലെ തീറ്റ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു കുരുമുളകിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് കോഴിക്കൂട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ കോഴികളൊക്കെ ഒരുവിധം മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് മാഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്താൽ മാത്രമാണ് വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ. ഇന്ന് ഇതിനകത്ത് ഉമ്മച്ചിക്ക് നല്ല പണിയുണ്ട് കേട്ടോ. ഒരാഴ്ച ആയിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അറുക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ആൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഉമ്മച്ചിയുടെ കുറച്ച് നേരമൊക്കെ ഇന്ന് കളിച്ചിട്ട് ഞാൻ TV ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി പുറത്ത് വന്ന് കളിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം പുറത്ത് കുരുമുളകും അരിയൊക്കെ ഉമ്മച്ചി ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കളിക്കുമെന്ന് പേടിച്ചിട്ട് അകത്ത് ഞാൻ കുറച്ച് നേരം കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ആൾ അടങ്ങിയിരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ചോക്ലേറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇവിടേക്ക് കളഞ്ഞിട്ട് പോകും കേട്ടോ. ആദ്യത്തെ ആ ഒരു ആക്രാന്തം മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ കളഞ്ഞിട്ട് പോകും. ആദ്യം ഒരെണ്ണം പൊട്ടിച്ചു കൊടുത്തു. അപ്പോൾ
അപ്പോൾ അത് കഴിക്കാതെ വേറെ ഒരെണ്ണം കൂടി വേണമെന്ന് പറഞ്ഞിട്ട് 2 എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നതും പൊട്ടിച്ച് അവൻ അപ്പം തന്നെ കൊടുക്കണമായിരുന്നു. എന്നിട്ട് അവിടെ ഇവിടെ ഇട്ടിട്ട് പോകും കേട്ടോ. മുഴുവനൊന്നും കഴിക്കത്തില്ല. ആ ഒരു കരച്ചിലും ബഹളമൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ ഉറുമ്പുകൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പോവുകയെ. എൻ്റെ ഭാഗ്യദോഷത്തിന് ഇപ്പോൾ 2 എണ്ണം എടുത്തെങ്കിൽ ഞാൻ കൊടുക്കുകയും ചെയ്തു. അത് 2 അവിടെ ഇവിടെയും കളഞ്ഞിട്ട് പോയി. ഒരുപാട് അങ്ങനെ ചോക്ലേറ്റ് കുട്ടനാവാത്ത തന്നെ നല്ലത്. നമ്മളെയൊക്കെ പോലെ തന്നെ കേട്ടോ. വാപ്പച്ചി എന്തായാലും ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് മിഠായികളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കതൊന്നുമല്ല ഇഷ്ടം. നമുക്ക് ഇങ്ങനെ കടയിലിരിക്കുന്ന കവറൊന്നും ഇല്ലാത്ത മറ്റേ തേൻ മിഠായിയും കപ്പലണ്ടി മിഠായിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ, അതിനടുത്തായിരുന്നു കേട്ടോ നമുക്ക് പ്രിയം. അതേപോലെ തന്നെയാണ് ഇവനും. കപ്പലണ്ടി മിഠായിയും തേൻ മിഠായിയും ഒക്കെയാണ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ കിട്ടുന്നത് അല്ലാതെ സെപ്പറേറ്റ് സ്നാക്സായിട്ട് കവറുകളിലല്ലേ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മളെപ്പോലെ തന്നെയാണ്. ചോക്ലേറ്റൊക്കെ ഭയങ്കര ആദ്യം ഒരു ഇതൊക്കെ കാണിക്കുമെങ്കിലും പിന്നീട് അതൊക്കെ അവിടെ കളഞ്ഞിട്ട് പോവുകയും അതും നല്ലതാണ്. ചില ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോൾ എന്തായാലും രാവിലെ അവിടെ തന്നെ കളഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഉമ്മച്ചിക്ക് പുറത്ത് നല്ല ജോലി ഉള്ളതുകൊണ്ട് തന്നെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. വാപ്പച്ചിക്ക് ഇപ്പോഴും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നോമ്പില്ല കേട്ടോ. അപ്പോൾ ഹേസൂട്ടന് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാനും വേണ്ടിയിട്ടും വാപ്പച്ചിക്കും വേണ്ടിയിട്ട് ഇന്ന് നേരത്തെ തന്നെ ഉച്ചയ്ക്കുള്ള പണികളൊക്കെ തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കൻ എടുത്തിട്ട് ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാപ്പച്ചി ചിക്കൻ കഴിക്കാത്തത് കൊണ്ട് വാപ്പച്ചിക്കൊരു തീയലുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ കുറച്ച് സവാളയൊക്കെ ഒരുപാട് നമ്മൾ നോമ്പിന് മുന്നേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാത്തത് കൊണ്ട് ചെറുതായിട്ട് ചീത്തയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നല്ലതും ചീത്തയൊക്കെ എടുത്ത് മാറ്റി പെട്ടെന്ന് തന്നെ കേടായി പോകുന്നതൊക്കെ എടുത്ത് വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് അതിന് ശേഷം മുരിങ്ങയ്ക്കയും തക്കാളിയും ചെറിയ ഉള്ളിയും ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് തീയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ചിട്ട് അമ്മച്ചി ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതിനിടയിൽ തന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. തേങ്ങ തിരുകാനുണ്ടായിരുന്നു കേട്ടോ. 2 തേങ്ങ ഞാൻ തിരുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എളുപ്പമുണ്ട്. നോമ്പിനാണെന്നുണ്ടെങ്കിൽ ഇതാണ് മെയിനായിട്ടുള്ള പണിയും. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഏരിയയാണ് ഈ ഒരു തേങ്ങ തിരുകലൊക്കെ. പക്ഷേ നോമ്പിന് ഏറ്റവും കൂടുതൽ വേണ്ടത് തേങ്ങയാണ്. നമുക്ക് പുട്ട വയ്ക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കറിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലോ ചമ്മന്തി അരയ്ക്കണമെങ്കിൽ പോലും നമുക്ക് ഈ ഒരു തേങ്ങ വേണം. അപ്പോൾ അത്യാവശ്യം നമ്മളിപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ പെരേടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ അടുത്താണ് വെട്ടിയിട്ടുണ്ടായിരുന്നത് നോമ്പിന് മുന്നേ ആയിട്ട്. അപ്പോൾ തേങ്ങയുണ്ട്. അപ്പോൾ അത് പൊതിച്ചൊന്ന് തിരുകി വെച്ചിട്ടുണ്ടായിരുന്നു. 2 എണ്ണം തിരുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചെടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ തീയലിന് വേണ്ടിയിട്ട് അരപ്പൊക്കെ ഉണ്ടാക്കി അത് അരച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചതിന് ശേഷം കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അരപ്പിലെന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. അതിനുശേഷം പൊടികളിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചൂട് മാറിക്കഴിഞ്ഞാൽ അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങനെ മൂടി വെച്ചിട്ട് ഉപ്പും കൂടി ചേർത്ത് വേവിക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ഈസൂട്ടിന് സ്നാക്ക് ടൈമിൽ മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ചോറും എടുക്കുകയാണ്. വാപ്പച്ചിക്കും ഈ ഒരു സമയത്ത് തന്നെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മെഡിസിനൊക്കെ കഴിക്കണമെന്നുള്ളതുകൊണ്ട് നേരത്തെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഈസൂട്ടിന് റംസാൻ നീലാവത്തെ പെണ്ണല്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഒരു കുരങ്ങനൊക്കെ ആയിട്ടുള്ള കാർട്ടൂണിലെ പാട്ടാണ് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ആളെന്തായാലും ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. എന്നിട്ടും ചോറ് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അതൊക്കെ കണ്ടെങ്കിൽ കഴിക്കുമെന്ന്. പക്ഷേ അങ്ങനെയല്ല. എന്തെങ്കിലും കഥകളൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിൽ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് തിന്നും. പാട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കളിയായിരിക്കും, വായിലൊന്നും എത്തത്തില്ലേ. അങ്ങനെ കുറേ നേരം ഇരുന്നിട്ടാണ് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ കറിക്കുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. ഉള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ അങ്ങനെ നോൺ വെജൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ അങ്ങനെ ഉള്ളിയൊക്കെ പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 4-5 കിലോ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ നോമ്പിന് മുന്നേ തന്നെ. അപ്പോൾ അതൊക്കെ ചീത്തയായത് കൊണ്ട് ഒരുപാട് എടുത്ത് കളയേണ്ടി വന്നു. അതിനുശേഷം ഒരുവിധം ഓക്കെ ആയിട്ടുള്ളതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് അരിഞ്ഞിട്ടാണ് ഈ ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത ഒരു പച്ചക്കറി വണ്ടി വരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ വാങ്ങിക്കുന്നത്. ഇതുവഴി തന്നെ പോവാറുണ്ട്, നമ്മളെ വീടിൻ്റെ ഇതുവഴി തന്നെ പോവാറുണ്ട് കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വീക്കിലി 2 തവണയൊക്കെ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഉള്ളി സോട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് കൂടി ഇട്ട് കൊടുത്ത് അതിനുശേഷം മല്ലിപ്പൊടിയും മുളക് പൊടി
ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാൻ നോമ്പിന് മുന്നേ തന്നെ കുറച്ച് വാങ്ങിച്ച് വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ആയിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത് കഴുകി തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായാലും ഇതോടുകൂടി തീർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സമൂസ ഉണ്ടാക്കാനും അതിനിടയിൽ തന്നെ ചിക്കൻ കറി വെക്കാനും ഒക്കെ എടുത്തിട്ട് അതെന്തായാലും ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിക്കനാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് തന്നെ കുറച്ചാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും ഇത് തന്നെ 2 ദിവസത്തേക്ക് എടുക്കാനായിട്ടുണ്ടാകും കേട്ടോ. കാരണം ഉമ്മച്ചി ഒരുപാടൊന്നും കഴിക്കത്തില്ല. വാപ്പച്ചിയാണെന്നുണ്ടെങ്കിൽ നോൺ വെജ് അങ്ങനെ വലിയ പ്രിയമൊന്നുമില്ല. പ്രിയമില്ല എന്നല്ല, ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ. ചിക്കൻ തന്നെ അങ്ങനെ ഫ്രൈ ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കഴുകി അതിൻ്റെ സ്മെല്ല് ഒട്ടും ഇല്ലാതെയൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ആൾ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾ ഒട്ടും കഴിക്കത്തില്ല. മെയിൻലി ഞാൻ ലാസ്റ്റ് വന്ന ആ ഒരു പാർട്സും കാര്യങ്ങളും അതേപോലെ ചിക്കനും നന്നായിട്ട് എല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഒരു കവറിലുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റത്തത്. അപ്പോൾ ഓരോ കവറിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇതിൽ എന്തായാലും കരൾ അങ്ങനത്തെ ഐറ്റംസും കൂടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും തന്നെ ഇഷ്ടമല്ല. അപ്പോൾ ഞാനും ഉമ്മച്ചി മാത്രമേ കഴിക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഹേസുട്ടനും കൊടുക്കും. ഹേസുട്ടന് എരിവൊന്നും ഇതുവരെയും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനത് ശീലിപ്പിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അവന് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ മെനക്കേടല്ലെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അവന് എരിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ചിക്കനും തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ട് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഹേസൂട്ടനെ കുളിപ്പിച്ചെടുക്കുക എന്നുള്ള പരിപാടിയിലാണ്. അത് കഴിഞ്ഞപ്പോൾ കിച്ചണൊക്കെ ഒതുക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് അകമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഇനി ഹേസൂട്ടനെ കുളിപ്പിച്ച് കൊടുക്കണം. കുറച്ച് നേരം ആയിട്ടുണ്ട് ചോറ് കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ കുളിപ്പിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ഹേസൂട്ടൻ പലതവണ കുരുമുളകിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നേ. വെയിലത്ത് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമസ്കരിച്ചുകൊണ്ട് നിന്ന സമയത്തൊക്കെ ഉമ്മച്ചിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കുരുമുളക് പറക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കിച്ചണിൽ നിന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പേസ് മാറ്റും. എന്തായാലും നന്നായിട്ട് വെയിലും ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ഉണങ്ങത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇപ്പോഴത്തെ മഴ. അതുകൊണ്ട് തന്നെ മുകളിൽ വെക്കാണ്ടിരിക്കുകയായിരുന്നേ. ഇന്നത്തെ അവൻ്റെ വാരൽ കണ്ടിട്ട് നമ്മൾ ഇനി മുകളിൽ കൊണ്ടുവയ്ക്കാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അതൊക്കെ ആയിരുന്നു. അതിനൊക്കെ ശേഷം ഹേസുട്ടനെയും കുളിപ്പിച്ച് ഹേസുട്ടനെ ഉറക്കിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാനും കുളിച്ചിട്ട് ഫ്രഷായി നമസ്കരിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു 4 മണിയോട് കൂടി കിച്ചൻ്റെ പണികളൊക്കെ തീർന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 5:30 വരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. കാരണം ഇന്ന് ത്രൂ ഔട്ട് നല്ല പണിയുണ്ടായിരുന്നു. എഡിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ എങ്ങാണ്ടേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഫുള്ള് പണികളായിരുന്നു. ഹേസുട്ടൻ തന്നെ ഓരോ പണികൾ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് റെസ്റ്റ് ഇല്ലാത്ത പണിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് 1 മണി എഴുന്നേറ്റപ്പോഴേക്കും ഉമ്മച്ചി ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓറഞ്ചാണ് കേട്ടോ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പറഞ്ഞ പോലെ തന്നെ നോമ്പിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഓറഞ്ച് ഒരുപാട് ഇരിക്കുകയായിരുന്നേ. ഹേസുട്ടന് ഓറഞ്ച് ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് ഓറഞ്ച് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജ്യൂസ് ഓറഞ്ചാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഉമ്മച്ചി തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് അരിയൊക്കെ പൊടിച്ച് മാവൊക്കെ റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഞാൻ നമസ്കരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പേടി സ്വപ്നമായിട്ടുള്ള ബോളും കൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ ചുണ്ട് പൊട്ടിയതൊന്ന് റെഡി ആയിട്ടേ വരുന്നുള്ളൂ. ഇനി അടുത്ത പണി എന്താണാവോ. അത് കാണുന്ന സമയത്ത് തന്നെ എനിക്കിപ്പോൾ പേടിയാണ്. നല്ലൊരു ഇടിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പുട്ടും ചിക്കൻ കറിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നോൺ വെജിൻ്റെ കൂടെ ഇപ്പോൾ ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിലും ചിക്കൻ ആണെന്നുണ്ടെങ്കിലും എനിക്ക് പുട്ടാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. മുട്ടക്കറി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇടിയപ്പമാണ് ഇഷ്ടം. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ പുട്ടും ചിക്കൻ കറിയായിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹേസുട്ടന് ഓട്സ് വെച്ചിട്ടുള്ളൊരു ഹൽവ പോലത്തെ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നട്ട്സ് പൗഡർ ഉണ്ട്, അതേപോലെ മധുരക്കിഴങ്ങിൻ്റെ പൊടിയുണ്ട്, പിന്നെ ഓട്സ് ഉണ്ട്. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ഹൽവ പോലെ ആക്കി കുറുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുട്ടി ഒന്ന് ഇങ്കിന് വേണ്ടിയിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഉറക്കം വന്നിട്ടായിരിക്കും എന്ന് വിചാരിച്ച് ഇങ്കൊക്കെ കൊടുത്തു. പക്ഷേ ആൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം തരിക്കഞ്ഞി ഉമ്മച്ചി ഉണ്ടാക്കിയ തരിക്കഞ്ഞി അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെ ട്രിവാൻഡ്രം സൈഡിൽ അങ്ങനെ ഉണ്ടാക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ അങ്ങനെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കി നോക്കിയത്. 2-3 നോമ്പായിട്ട് നമ്മളങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഉമ്മച്ചി ഉണ്ടാക്കി നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മലബാർ ആയിട്ടാണെന്നാണ് തോന്നുന്നത്. എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ കഴിക്കാൻ തുടങ്ങിയത്. നല്ല രസമാണ്, നല്ല റിഫ്രഷ്മെൻ്റ് ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പഞ്ചസാരയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഉമ്മച്ചിയും പാപ്പച്ചിയും മധുരമൊന്നും ഇല്ലാതെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹേസുട്ടനെ ഉറക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. കാരണം ചെറിയ ഉറക്കമൊക്കെ
വരുന്നുണ്ട്. അതുകൊണ്ട് ദേഹമൊക്കെ കഴുകിയിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഇൻഷാ അല്ലാഹ്. അതിലേക്കും ബൈ. അസ്സലാമു അലൈക്കും.